പോലെങ്ങോട്ടാ കാറുപോലെങ്ങോട്ടാ മാനത്തെ പാടത്തെ മാമഴ കൊയ്യാനും. സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഏതാ? ബിഗ് ആക്ഷൻ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഞാൻ നോക്കുമ്പോണ്ടല്ലോ രണ്ടുപേരും ഇവിടെ മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. മൈക്കൊന്നും എടുത്തേ. എന്താ രണ്ടുപേരും മിണ്ടാത്തെ? ഞാൻ പാടിയിട്ടില്ല. ഞാൻ ഏത് പാട്ടാ പാടിയിരിക്കുന്നത്? നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. ഞാൻ ആദ്യം പാടിയത് ബ്രോമാൻസ് എന്ന് പറഞ്ഞ പടത്തിലൊരു കോറസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവര് എന്റെ മുന്നേ സെലിബ്രിറ്റി ഒക്കെ ആയല്ലോ. വാനോളം വളര് വാനിലച്ചെടിയേ വാനോളം വളര്. പൂവായി വിരിഞ്ഞു പൂന്തേൻ കിരിഞ്ഞു പൂഞ്ചൊല്ലു തേഞ്ചൊല്ലു തീർന്നു. കണ്ടു കണ്ടു താക്കോല് കുഞ്ഞൻ തവള താക്കോല് നാട്ടിൽ തെണ്ടി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല് കാണാതായൊരു താക്കോല്. തട്ടം കെട്ടി വരും കൊമ്പാതി കണ്ടോടാ താക്കോല്. ഹലോ, ഹായ്, നമസ്കാരം. ഏവർക്കും ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഇൻഫ്രീ മീഡിയയില് നമ്മളോടൊപ്പം കൂടെ എത്തിയിരിക്കുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരല്ല കേട്ടോ, ഒരു കൂട്ടം, ഒരു 13 കുട്ടി താരങ്ങളാണ് നമ്മളോടൊപ്പം കൂടെ എത്തിയിട്ടുള്ളത്. ലിറ്റിൽ ലൂപ്പേഴ്സ് എന്ന ടീമിലെ കോറസ് സംഘങ്ങളായിട്ടുള്ള കുട്ടികളാണ്. നമുക്ക് എല്ലാവരും വെൽക്കം ചെയ്യാം. നമസ്കാരം, എല്ലാവർക്കും ഇൻഫ്രീ മീഡിയയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും പേര് ഒരുമിച്ച് ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. എല്ലാരും ഹാപ്പിയാണോ? എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താമോ? എന്താ പേര്? ആദ്യ, വില്യ, മനിത, നീള, മേധ, ശ്രുത, മിലിയ, സാത്വിക, ദക്ഷിണം, വസുദേവ്, വിഷ്ണുദത്ത്, അഭിരാകൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻഫ്രീ മീഡിയയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ് കേട്ടോ. എന്താണ് എല്ലാവരുടെ ഏറ്റവും പുതിയ വിശേഷം? ഇതാണ് പാട്ടാണ് ഏറ്റവും പുതിയ വിശേഷം അല്ലെ? ഏറ്റവും പുതിയ പാട്ട് ഏതാ എല്ലാവരുടെയും? ബാലൻ ഹിറ്റ് അടിച്ച് മുമ്പോട്ട് പോവാണല്ലേ. ആ ഒരു പാട്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പോലെങ്ങോട്ടാ കാറുപോലെങ്ങോട്ടാ മാനത്തെ പാടത്തെ മാമഴ കൊയ്യാനും. കൈകളെ കാൽകളെ കൺകളെ എങ്ങോട്ടാ വാനുപോ മായയാ മാനിന്റെ പിന്നാലെ. റോഡെല്ലാം എങ്ങോട്ടാ നീണ്ടു നീളെങ്ങോട്ടാ ഭൂമിയുടെ തുഞ്ചത്തെ തൂനില തേടിയോ. അപ്പൂപ്പൻ താടി പോൽ ആലോലം ആടി നീ എങ്ങോട്ടാ എങ്ങോട്ടാണാരും കാണാതെ എങ്ങോട്ടാ പാറി നീ പാഴിനേ. എന്ത് രസം അറിയാമോ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാടുന്ന കേൾക്കാനായിട്ട്. എങ്ങനെയാ നിങ്ങളുടെ കോറസ് ടൈം? ഭയങ്കര ഫണ്ണാണ്. ഭയങ്കര ഫണ്ണാണ്. എന്താ ഫണ്ട്? എന്താ റെക്കോർഡിങ് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ചില സമയത്ത് ബ്രേക്ക് എടുക്കൂലോ. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് കളിയോട് കളി. അന്നേരം ബ്രേക്കിൽ വെറുതെ ഇരിക്കില്ല. ഇപ്പൊ 3 പേരുള്ള 4 പേരുള്ളതിലും കളിയോട് കളി കളി കളി. ലാസ്റ്റ് നമുക്ക് തുടങ്ങിയാലോ അങ്ങനെ കുറെ ഫൺ ടൈംസ് ആണല്ലേ. പിന്നെ ഫൺ ടൈംസ് പിന്നെ എല്ലാരും കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു നല്ല വൈബാണ് അല്ലെ. ഈ നിങ്ങൾ 13 പേരും ഇങ്ങനെ റെക്കോർഡിംഗ് സെക്ഷനിൽ നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കുസൃതി കാണിക്കുന്നത് ആരാ? ഞാനാണല്ലേ. ഓക്കെ, അത് ഇത് പാടുമ്പോ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ വരികയാണെങ്കിൽ സംസാരിക്കും. പിന്നെ അവനും കുഴപ്പമില്ല. ഓക്കെ, ആ കുട്ടി പേരെന്തായിരുന്നു? വസുദേവ്. എങ്ങനെയാ റെക്കോർഡിംഗ് സെക്ഷനില്? ഫണ്ണാണ്. എങ്ങനെ പെട്ടെന്നൊക്കെ പാട്ട് പഠിക്കോ? ചില പാട്ടുകള്. ഏത് പാട്ടാ ലേറ്റസ്റ്റ് ആയിട്ട് പാടിയേ? ഈ പാട്ടാണോ ഇപ്പൊ പാടിയ പാട്ടാണോ?
മല ആണ്. ആ ഒരു പാട്ട് നമുക്കൊന്ന് സിംഗിൾ ആയിട്ട് പാടിത്തരൂ. മൈക്ക് പിടിച്ചോ? ഞാൻ ശരിക്കും പാടിയില്ല. ഞാൻ ഷൂട്ടിലല്ല. എന്താ കുറച്ച് ഉറക്കെ സംസാരിക്കോ? ഞാൻ ഷൂട്ടിലായിരുന്നു. ഷൂട്ടിലായിരുന്നോ? പാടിയില്ല. പാടിയില്ല അല്ലെ? ഓക്കെ ഓക്കെ. പിന്നെ എത്രയിലൊക്കെ പഠിക്കുന്നത് നിങ്ങള്? 3-ല്. ഞാൻ 6th. 6th. ഞാൻ 7th. 7th. 6th. 8th. 5th. 7th. 7th. 9th. 9th. 4th. 3rd-ലാണല്ലേ? ഏറ്റവും വലിയ കുട്ടി നിങ്ങൾ കുറച്ചില് കുട്ടിയാണല്ലേ? എന്താ കൊണ്ട് പേര്? മിന്യ. മിന്യ. മിന്യ എങ്ങനെയാ പാട്ടിലേക്ക് വന്നത്? ചെറുപ്പം തൊട്ടേ പാട്ട് ആയിരുന്നോ? ഞാനൊരു 4 വയസ്സാക്കി അപ്പ പഠിക്കാൻ വന്നിട്ടുണ്ട്. എങ്ങനെയാ ഈ ഒരു കോറസ് ടീമിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു? അതായത് ഇത് എന്റെ അനിയത്തിയാണ്. അനിയത്തിയാണല്ലേ? അപ്പൊ ഇവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മള് രണ്ടുപേരും പാടുന്ന കേട്ടോണ്ട് റെക്കമെൻഡ് ചെയ്തായിരുന്നു പാട്ടില്. ഞാൻ ആദ്യം പാടിയത് ബ്രോമാൻസ് എന്ന് പറഞ്ഞ പടത്തിലൊരു കോറസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? അനിയത്തി എങ്ങനെയാ വന്നത്? ഞാൻ എന്റെ ചേച്ചി കണ്ടപ്പോ എനിക്കൊരു ചെറിയ പഠിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ചേർന്നു. അങ്ങനെ ചേർന്നു അല്ലേ? അങ്ങനെ പാട്ട് പാടി. രണ്ടുപേരും ഒരുമിച്ച് ഒരു പടത്തിലാണോ പാടിയത്? ഇല്ല, ഞാൻ ആദ്യം പാടിയത് ടെർബോലാണ്. ടെർബോല ഏത് പാട്ടാ പാടിയത്? അറിഞ്ഞോളൂ, ഒരു BGM-ലാണ് പാടിയത്. ആദ്യം തന്നെ വരുമ്പോ ഒരു BGM-ല് ആണല്ലേ? ഒരു കുസൃതി ചോദ്യം തരട്ടെ. ആരാ പെട്ടെന്ന് ഉത്തരം പറയാന്ന് ഞാൻ നോക്കട്ടെ. കുസൃതി ചോദ്യമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? ആരാ മിടുക്കര്? എല്ലാരും ഒരേപോലെയാണല്ലേ? സിമ്പിൾ വേണോ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള വേണോ? മീഡിയം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാ? ബസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടും. സ്കൂളൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂൾ ബസ് അല്ല, അതിന് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരും യാത്ര ചെയ്യാത്തൊരു ബസ്. ബസ് സിലബസ്. നമുക്ക് 2 ടീമായിട്ട് തിരിഞ്ഞാലോ? ഓക്കെ, ആരൊക്കെ? നമുക്ക് നിങ്ങളൊരു ടീം, നിങ്ങളൊരു ടീം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ്. ഇനി അടുത്ത് നിങ്ങൾ എ, നിങ്ങൾ ബി. ഓക്കെ, 2 ടീമിനും കിട്ടി. ഇനി ഒരു ടാസ്ക് എന്താ? ആരും കൂട്ടാത്ത കറി. ബേക്കറിയാണ്. ഒരു മാർക്ക് കൂടി കിട്ടി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ ഏതാ? സബ്ട്രാക്ഷൻ. ആക്ഷൻ അല്ല, ഒന്നുകൂടെ. അല്ല, റിയാക്ഷൻ ഉണ്ടല്ലോ. കുറച്ചും കൂടെ. നമ്മളുണ്ടല്ലോ, പനിയൊക്കെ വരുമ്പോ നമ്മളിത് യൂസ് ചെയ്യും. എന്താ? അല്ല, ഞാൻ പറയട്ടെ. വിക്സ് ആക്ഷൻ. ഇത് നല്ല സിമ്പിൾ ചോദ്യല്ലേ? ഓക്കെ, നമുക്ക് ഒരു പാട്ടായാലോ? ഏത് പാട്ടാ? എല്ലാരും ഒരുമിച്ച് പാട്ട് പാടാം. ഇപ്പൊ ഒരു പാട്ട് കേട്ടു നമ്മള്. വേറൊരു പാട്ട്. കണ്ടു താക്കോല്, കുഞ്ഞൻ തവളയുടെ താക്കോല്, നാട്ടിൽ തെന്നി നടക്കുമ്പോൾ കാണാതായൊരു താക്കോല്, മണ്ണു കുഴിക്കും ഞണ്ടലിയ, കണ്ടോ നീയാ താക്കോല്, മണ്ണു കുഴിക്കും നേരം എങ്ങനെ കാണും താക്കോല്, പണ്ടും കൊമ്പാ നീ കണ്ടോടാ താക്കോല്, പൊട്ടും ചെണ്ടയിലില്ലല്ലോ, പൊട്ടുമവിട്ടിലുമില്ലല്ലോ, പയ്യൻ വാലെ തൂങ്ങോളെ, മുണ്ടിക്കൊക്കെ നീ കണ്ടോ, വീട്ടിൽ പൊന്തും മീനെ കണ്ണാലെ ഞാൻ കണ്ടുള്ളൂ, കുമ്പിൽ ഞാനും വവ്വാലെ കണ്ടോ വെള്ളിത്താക്കോല്, കുറ്റിരിട്ടിലുമില്ലല്ലോ,
തരത്തിലുമില്ലല്ലോ. ചോദിച്ചങ്ങനെ പോയാലേ നീണ്ടു നിവർന്നു കിടക്കുന്നു താക്കോൽ പോലൊരു നീർക്കോലി, താക്കോൽ പോലൊരു നീർക്കോലി. കുഞ്ഞന്തവളച്ചാരിന്നും എല്ലാരോടും ചോദിപ്പു താക്കോല് കണ്ടോ പെക്കറോം പെക്കറോം വീടിൻ വെള്ളിത്താക്കോല്. താക്കോല് കണ്ടോ പെക്കറോം പെക്കറോം മിന്നാ മിന്നിത്താക്കോല്, മിന്നാ മിന്നിത്താക്കോല്. സൂപ്പർ ആയിട്ട് എന്ത് പാട്ട് പാടുന്നത്. ഇപ്പൊ ഈ പാട്ട് പഠിക്കാൻ നേരത്ത് ആരെ പഠിപ്പിക്കുന്ന പാട്ടൊക്കെ? അത് അവര് അവിടുന്ന് ട്രാക്ക് വെച്ചുതരും. അത് റിപ്പീറ്റ് ചെയ്തിട്ട് പഠിക്കണ ഒരു ഉറപ്പായി വരുമ്പോഴത്തേക്ക് ഒരു കൈൻഡ് ഓഫ് മനസ്സിലാക്കി വരുമ്പോ അവര് സ്റ്റുഡിയോ കിട്ടും. സ്റ്റുഡിയോ കയറും. എത്ര നേരം എടുക്കും ഒരു പാട്ട് പഠിക്കാനായിട്ട്? മാക്സിമം ഹാഫ് ആൻ അവർ. ഒരു പാട്ട് ഫുള്ള് പഠിക്കും? ഏകദേശം അതിന്റെ ഒരു ട്യൂൺ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഭാഗം എടുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം എടുക്കുമ്പോ അതേ ട്യൂൺ ആണെങ്കിൽ അത് എടുക്കും, അല്ലെങ്കിൽ വേറെ ട്യൂൺ ആണെങ്കിൽ അത് പഠിച്ചിട്ട് വരും. പഠിച്ചിട്ട് അപ്പൊ ഒരു ദിവസം കൊണ്ട് ഷൂട്ടൊക്കെ കഴിയും? ഒരു ദിവസം കൊണ്ട് കഴിയും അല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു നീ കുറച്ച് കുസൃതിയാണോ? ആണ്. സമ്മതിച്ചു അല്ലേ? ഓക്കെ. എങ്ങനെയാ സ്കൂളിലൊക്കെ? സ്കൂളില് ഓടിക്കളിക്കും. ഓടിക്കളിക്കും. ഈ റീസെന്റ് ആയിട്ട് ടീച്ചർ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ചിലപ്പോ പറയും. ചിലപ്പോഴൊക്കെ പറയല്ലേ? എങ്ങനെയാ ക്ലാസ്സിൽ എങ്ങനെയാ ടീച്ചേഴ്സിന്റെ ഒക്കെ അടുത്ത് പാട്ടൊക്കെ പാടിക്കൊടുക്കോ ടീച്ചറിന്? പാട്ടൊക്കെ പാടിക്കൊടുക്കും അല്ലെ? തൊട്ടടുത്തിരിക്കുന്ന ആള് ഒന്നും മിണ്ടാതിരിക്കുക. ഓക്കെ. മോനെ ഏത് പാട്ടാ പാടിയിരിക്കുന്നത്? ഞാൻ മോഹിനിയാട്ടം മൂവിയിലെ ഡാമഡി എന്ന് പറഞ്ഞ സോങ് പാടി. ആ സൂപ്പർ സോങ് അല്ലേ? ആ ഒരു പാട്ടൊന്ന് പാടിയാലോ നമുക്ക്? പോച്ചാത്തേം പാടിയിട്ടുണ്ട്. ആഹാ. ആ പാട്ടില് ആരൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു? പോച്ചാത്തേം പാടിയിട്ടുണ്ട്. ആണ്. ആ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? പാടാം. Chata po chata chata re pata o chata e chata kato ne pata. ഇത്രേ ഉള്ളൂ. ആഹാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ വീട്ടിലൊക്കെ എങ്ങനെയാ നിങ്ങള്? ഫുൾ ടൈം പ്രാക്ടീസ്, പാട്ട് പ്രാക്ടീസ് അങ്ങനെയാണോ? അങ്ങനെയല്ല. എങ്ങനെയാ വീട്ടില് വഴക്കൊക്കെ പറയാറുണ്ടോ പേരൻസ്? ഇല്ല. ഇങ്ങനെ പാട്ട് പഠിക്കണം അങ്ങനെയൊന്നും പറയാറില്ല? ഇടയ്ക്ക് ഞാൻ അതായത് ഞാൻ കൂടുതൽ ഫ്രീ ടൈം കിട്ടുമ്പോ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ തന്നെ കുടിച്ചിട്ട് പിന്നെ TV കാണും. കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പാട്ട് അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ കളിക്കും അല്ലെങ്കിൽ പടം വരയ്ക്കും. പടം വരയ്ക്കുക, അതാണ് പാഷൻ. പാട്ടാണോ മെയിൻ അതോ പടം വരയാണോ ഡാൻസ് ആണോ? എല്ലാം ഞാൻ ഈക്വൽ ആയിട്ട് നോക്കുന്നത്. എല്ലാവരും ഒരുപോലെയാണ് അല്ലെ? വീട്ടിലെങ്ങനെയാ അപ്പൊ പേരൻസിന്റെ സപ്പോർട്ട്? നല്ല സപ്പോർട്ടാണ്. അതായത് എന്നെ ഭയങ്കര പ്രഷർ ചെയ്ത അവര് പറയില്ല ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇപ്പൊ പടം വരയ്ക്കുക അങ്ങനെ പറയാറില്ല. ഞാൻ എന്റെ ഇതിൽ തന്നെ ചെയ്യും. ചിലപ്പോ കൂടുതൽ നേരം പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചിലപ്പോ വെറുതെ ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഡാൻസ് ആയിരിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ആണല്ലേ? ഇപ്പൊ എത്ര നാളെ നിങ്ങൾ എല്ലാവരും പാട്ടിലേക്ക് ഇങ്ങനെ കോറസ് ടീമിലേക്ക് വന്നിട്ട്? പറയായോ? 2 വർഷത്തിൽ കൂടുതലായല്ലേ? ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ഏത് പാട്ടാ പാടിയത്? തുടരുമ്പിലാണ് ഞാൻ പാടിയത്. തുടരുമ്പിലെ പാട്ടാണ് അല്ലേ? ഓക്കെ. ഞാൻ പാടിയത് തുടരുമ്പിലെ നെഞ്ച് എന്ന് പറഞ്ഞ ക്ലൈമാക്സ് സോങ്. ക്ലൈമാക്സ് സോങ്. മോനോ? തുടരുവാണല്ലേ? എന്നാ തുടരുന്ന നമുക്കൊരു പാട്ടോട് കേട്ടാലോ? തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പ് കൊണ്ട് അമ്പു കുലക്കിയതാര്, അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തി കുത്തോടുവാനാ, തൂ വെളിച്ചം ചാടി വീണ് മാമല ഞാനൊന്ന് കണ്ടേ, ചെന്തമിഴിന്തേൻ കുടഞ്ഞേ പൂങ്കുയിൽ പാടുന്ന കേട്ടേ, കേട്ടേ. ഞാൻ നോക്കുമ്പോണ്ടല്ലോ 2 പേര് ഇവിടെ മിണ്ടാണ്ടിരിക്കുകയാണ് കേട്ടോ. മൈക്കൊന്നും എടുത്തേ. എന്താ 2 പേരും ഒന്നും മിണ്ടാത്തെ? ഞാൻ പാടിയിട്ടില്ലേ? ഞാൻ പാടിയിട്ടില്ല. ഞാൻ ഏത് പാട്ടാ പാടിയിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് പാടിയത് എങ്ങോട്ടാന്ന് പറഞ്ഞ പാട്ടാ. എങ്ങോട്ടാണെന്നുള്ള പാട്ടാണ് ബാലനിലെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഈ ബാലനിലെ പാട്ട് ഇത്രയും ഹിറ്റ് ആയിട്ട് നിൽക്കുകയാണല്ലോ. തിയേറ്ററിൽ പോയി എല്ലാവരും കണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കണ്ടില്ലേ? കണ്ടില്ല. പാട്ട് കേട്ടില്ലേ? പാട്ട് കേട്ടപ്പോ എന്താ തോന്നിയേ? ഹാപ്പി. പാടിയ പാട്ടൊക്കെ എല്ലാവരുടെയും ഹിറ്റ് പാട്ടാണ് അല്ലേ? എന്താ ഇപ്പൊ തോന്നുന്നേ?
പ്രൗഡ് മൊമെന്റ് ഉണ്ടല്ലേ? ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റാറ്റസ് സ്റ്റോറി എല്ലാം ഈ പാട്ടാണ്. അപ്പൊ ഈ ഫ്രണ്ട്സ് ഒക്കെ വന്ന് പറയില്ലേ നിങ്ങളടുത്ത് ഇന്ന് ഈ പാട്ട് കേട്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്? അറിയാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഞാൻ പാടിയിട്ടുണ്ട്. ആണല്ലേ? നേരത്തെ നമ്മളോട് ഇപ്പം എന്താ കുറെ കാര്യങ്ങൾക്കൊക്കെ കൂട്ടുകെട്ടി പോകുന്നവരുണ്ടല്ലോ, അവരിപ്പോ നമ്മള് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞപ്പോ എടി അന്നത്തെ കാലത്ത് ഞാൻ സോറി ഇതായിട്ട് ആ കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെയാ ഫ്രണ്ട്സ് ഒക്കെ? അപ്പൊ ഫ്രണ്ട്സ് നല്ലതായിട്ടിരിക്കുന്നു. പിന്നെ അന്ന് ഉണ്ടായ ഇൻസിഡന്റില് ഞാൻ അങ്ങനത്തെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ ഇങ്ങനെ വലുതായിട്ട് കരുതുള്ളൂ. ബാക്കിയുള്ളവർ കുറെ പേര് നല്ല ആൾക്കാരുണ്ട്, നല്ല ആൾക്കാരാണ്, അന്നും ഇന്നും സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരാണ്. ഇവിടെ കുറച്ച് പേരോട് മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ മിണ്ടാതിരിക്കുന്നേ? എനിക്ക് സ്കൂളില് ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ താക്കോല്. അപ്പം ഫ്രണ്ട്സ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര അങ്ങനത്തെ രീതിയിൽ ആയിട്ട്. പിന്നെ എനിക്ക് എന്റെ പള്ളിയില് ഒരു അങ്കിളുണ്ട്, അപ്പം അങ്കിള് ഈ റേഡിയോയിലൊക്കെ ഉള്ളതാ. അപ്പം പ്ലേ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നല്ല പാട്ടാന്നൊക്കെ പറയാറുണ്ട്. ആണല്ലേ? എനിക്ക് ഞാൻ ഇത് വാഴ അതൊക്കെ പാടി കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവര് എന്റെ മുന്നേ സെലിബ്രിറ്റി ആക്കിയാലോ, അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവര് നേരെ ടീച്ചറുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായിട്ടായ പേടിന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു സത്യം പറഞ്ഞ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറുടെ മുമ്പിൽ പാടി നല്ല കിട്ടി. ഇപ്പൊ എന്താ തോന്നുന്നു? ഒരു പ്രൗഡ് മൊമെന്റ് തോന്നുന്നുണ്ടോ? എല്ലാരും വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം ആ പാട്ട് പാടിയത് ഈ കുട്ടിയാണല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണല്ലേ? അങ്ങനെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞ് ഓടി വന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? അപ്പൊ ആ സമയത്ത് എന്താ തോന്നുന്നു എല്ലാവർക്കും? ഞാൻ ഭയങ്കര പ്രൗഡാണ്. പിന്നെ എന്താ, എനിക്ക് ഈ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചാടിക്കറി ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എല്ലാവരുടെ കൂടെ ഇങ്ങനെ കണക്ട് ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ പേരൻസിന്റെ ഒക്കെ കൂടെ പോകുമ്പോ ഇങ്ങനെ പറയുമല്ലോ, മോള് പാടി പാട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ പേരൻസിന്റെ മുമ്പില് കുറച്ച് മീൻ അല്ലേ? അങ്ങനെയുണ്ടോ? ഇപ്പൊ പേരൻസ് എന്താ പറയുന്നത് നിങ്ങളുടെ അടുത്ത്? ഇങ്ങനെ ക്ലാസ്സില് ഇപ്പൊ സ്കൂളിൽ പഠിക്കാൻ പറയും അതോ പാട്ട് പഠിക്കാൻ പറയും? ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാൻ പറയും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു കുഞ്ഞു ടാസ്ക് തരട്ടെ ഞാൻ. ടീം എ ബി അന്താക്ഷരി കളിച്ചാലോ? ഓക്കെ, ഞാനൊരു അക്ഷരം തരട്ടെ. ടീം എ ടീം ബി. ഓക്കെ. തമ്മിൽ പിണങ്ങിപ്പോവല്ലേ കാണാതെ മായല്ലേ കണ്ണേ, നമ്മൾക്കു നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ. അല്ലേ? അറിയാതെ കഴിയല്ലേ ഒരു നാളിൽ മറയുമ്പോൾ അകമാകെ ഉരുകല്ലേ? അങ്ങനെ നമ്പർ കൊടുത്താലോ? ടൈം കൊടുത്താലോ? വേണ്ട. ഓക്കെ. ഉനക്കുള്ളാനേ ഉരുകും നിറവിൽ உள்ளத்தை நான் சொல்லவா மறுவும் மனதில் ரகசிய அறையில் ஒத்திகை பார்த்திடவா சிறகு சிறகு உன்னில் என்னை உலக மொழி சொல்லவா சொல்லா சொல்லுவென்னை வாழட்டும் நனவும் தேனல்லவா வானிலே வானோളം വളര് വാനിലച്ചേ
ആ നിനക്ക് ചമഞ്ഞാടാന വിരുവരകള വിധിയൊരുക്കിട വളമായി ഞാൻ മാറിയിട ചെറുതണലിതിലൂരം തിരഞ്ഞിട വാനിലച്ചെടിയെ വാനോളം വളര് വാനിലച്ചെടിയെ വാനോളം വളര് വളരെ വാ വാൽക്കണ്ണെഴുതിയ മകര നിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിര വിരിയും തളിരു ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയാ നോപുരമുണരുകയായി വാർമുടിയുലയുകയായി നോപുരമുണരുകയായി മംഗളപാലയിൽ ഗന്ധർവനണയുകയായി. പാടുന്നില്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ പാട്ട് പാടാൻ ഒരു പ്രചോദനം തരുമല്ലോ, ഒരു ഇൻസ്പിറേഷൻ ആരാന്ന് വെച്ചാൽ പറയും? ഫാദർ. എല്ലാവർക്കും ഫാദറാണോ? കേട്ടോണ്ടിരിക്കുന്ന അമ്മമാര്, പേരൻസ്. ആ ഓക്കെ, പേരൻസ്. അത് നല്ല ഉത്തരാണ് കേട്ടോ. ഓക്കെ. ഇപ്പൊ എങ്ങനെയാ വീട്ടില് എങ്ങനെയാ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്? ഹലോ, നന്നായിട്ട് പാടുണ്ട്. നന്നായിട്ട് പാട്ട് ഈ വീട്ടിൽ ആരെങ്ങനെ എപ്പോഴും അമ്മയാണോ പറയാ അച്ഛനാണോ പറയാ? രണ്ടുപേരും പറയാറുണ്ട്. രണ്ടുപേരും പറയാറുണ്ട്. എങ്ങനെയാ വീട്ടിൽ അനുസരണയുള്ള പാകം കുട്ടിയാണോ? ഇടയ്ക്കിടയ്ക്ക് കുസൃതി ഇടയ്ക്കിടയ്ക്ക് കുസൃതി കാണിക്കും. എന്ത് കുസൃതി കാണിക്കാം? വീട്ടില് ചേട്ടനോ അനിയനോ ആരെങ്കിലും ഉണ്ടോ? ഒറ്റ കുട്ടിയാണ്. അപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങനെ കുസൃതി ഓടിപ്പാഞ്ഞ് നടന്ന് കാണിക്കും അല്ലേ? എങ്ങനെയാ? കുസൃതി തന്നെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടനായിട്ട് അടി കൂടാറുണ്ടോ? കൈ പിടിച്ച് വളച്ചിട്ടുണ്ട്. ആഹാ. എങ്ങനെയാ ചേട്ടൻ പാട്ട് പാടുവോ? ചേട്ടൻ പാട്ടൊന്നും പാടില്ല, പക്ഷെ ഡ്രംസ് ഒക്കെ വായിക്കും. ഡ്രംസ് ഒക്കെ വായിക്കും. വീട്ടിലെല്ലാവരും ഇങ്ങനെ സംഗീതമായിട്ട് അല്ലെങ്കിൽ ഓരോ കലയിലും ഇങ്ങനെ ടച്ചുള്ള ആൾക്കാരാണോ? അങ്ങനെയാണ്. ഓക്കെ. വീട്ടില് അമ്മേനാണോ ഇഷ്ടം, അച്ഛനാണോ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടം. രണ്ടുപേർക്കും വേണ്ടിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ ഏത് പാട്ടാ പാടുക? ഏതാ? നീലക്കുറിഞ്ഞികൾ. എന്നാ പാടിക്കോ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ എന്നും പ്രതീക്ഷിച്ചു നിന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ഇത് ആരെ ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്നേ? അച്ഛനും അമ്മയാണ്. ഇപ്പോഴത്തെ പാട്ടാണോ ഇഷ്ടം, പഴയ പാട്ടാണോ ഇഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും? പഴയ പാട്ടാ. അതെന്താ പഴയ പാട്ടുകളോട് ഇഷ്ടം തോന്നാൻ കാരണം? കുറച്ചുകൂടി ഒരു ഫീല്. അപ്പൊ ഇപ്പോഴത്തെ പാട്ടിന് ഫീൽ ഇല്ലേ? പഴയ പാട്ടാണല്ലേ പുതിയ പാട്ടാ ഇഷ്ടം? പുതിയ പാട്ടിൽ ഏത് പാട്ടാ ഇഷ്ടം? കുറേ പാട്ട് ഇഷ്ടമാണ്. എങ്ങനത്തെ പാട്ടാ ഇഷ്ടം? ഇങ്ങനെ റാപ്പ് സോങ്സ് ആണോ അതോ മെലഡി ആണോ? എല്ലാവരും ഇഷ്ടമാണല്ലേ? ആഹാ. ഓക്കെ. ഇപ്പൊ എങ്ങനെയാ മക്കളുടെ ഇഷ്ടം? എങ്ങനെയാ? എന്താ മിണ്ടാതിരിക്കുന്ന? മയക്കൊന്നു കൊടുക്കോ? പറഞ്ഞോ. പഴയ പാട്ട് ഇഷ്ടം. പഴയ പാട്ടാണ് ഇഷ്ടം. പഴയ പാട്ടിൽ ഏത് പാട്ടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പൂവായി വിരിഞ്ഞ പാട്ടില്ലേ, അത് പാടാമോ രണ്ടുപേര്? പൂവായി വിരിഞ്ഞു പൂന്തേൻ കിടിഞ്ഞു പൂഞ്ചൊല്ലു തേഞ്ചൊല്ലു തീർന്നു പൂവായി വിരിഞ്ഞു പൂന്തേൻ കിടിഞ്ഞു പൂഞ്ചൊല്ലു തേഞ്ചൊല്ലു തീർന്നു
ആ കൈയിലോ അമ്മാനയാട്ടം, ഈ കൈയിലോ പാൽക്കാവടി, കാലം പകർന്നു തുടിതാളം, പൂവായി വിരിഞ്ഞു പൂന്തേൻ കിരിഞ്ഞു, പൂഞ്ചൊല്ലു തേഞ്ചൊല്ലു തീർന്നു. സൂപ്പർ അല്ലേ? ഓക്കെ, റിയാലിറ്റി ഷോസ് ഒക്കെ പങ്കെടുക്കാൻ പോയിട്ടുണ്ടോ? ഏതിലൊക്കെയാ? ഞാൻ സരിഗമപായില് ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു. ഭദ്രയും കൂടി ഉണ്ടായിരുന്നോ? ആഹാ. പിന്നെ ആരൊക്കെ കൈവയ്ക്കല്ലോ? ഏതൊക്കെയാ? ഞാൻ ഫാമിലി റിയാലിറ്റി ഷോയിലാ പോയത്. ടോപ്പ് സിംഗറിലുണ്ടായിരുന്നോ? ആഹാ ആഹാ, പോയായിരുന്നു അല്ലേ? ഞാൻ ടോപ്പ് സിംഗറിൽ ഈ വർഷത്തെ ഓഡീഷന് പോയായിരുന്നു. ഓഡീഷന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി കിട്ടും കേട്ടോ, ഇനി സെറ്റ് ആക്കും. ഞാൻ ഫാമിലി റിയാലിറ്റി ഷോയിലാ പോയേക്കുന്നത്. അമൃത ടിവിയിൽ സൂപ്പർ ഫാമിലി എന്ന് ആണോ? പറയുന്നത്. അതിന്റെ ഗ്രാൻഡ് ഫിനാലെ വരെ പോയി. അടിപൊളി, സൂപ്പർ അല്ലേ? ഞങ്ങള് സെക്കൻഡ് റണ്ണർ അപ്പ് ആയിരുന്നു. ഇന്ന് സൂപ്പർ. ഓക്കെ, പിന്നെ ആരാ ഇവിടെ കൈവക്കിയല്ലോ? മൈക്ക് പഠിച്ചോ? ഞാന് ടോപ്പ് സിംഗർ 6 സീസൺ 6 പോയായിരുന്നു. പക്ഷെ ഫൈനൽ ഓഡീഷൻ ആയിരുന്നപ്പോഴത്തേക്കും എനിക്ക് പനി പിടിച്ചു അല്ലേ? സാറില്ല, നമുക്ക് ഇനി പോവാ കേട്ടോ. മോളോ? ടോപ്പ് സിംഗർ. എല്ലാരും ടോപ്പ് സിംഗർ ആണോ പിടിച്ചിരിക്കുന്നേ? ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും കുസൃതി ആർക്കാ? എങ്ങനെയാ നിങ്ങളുടെ റെക്കോർഡിംഗ് സെക്ഷനില് ഈ കുസൃതി കുട്ടൻ എങ്ങനെയാ? ഇങ്ങനെ ഒരു ചേച്ചി, നിങ്ങൾ എല്ലാരും ഒരു ചേച്ചിയാണോ? വസു ഇപ്പൊ നമ്മള് ഡിസ്കോ ആയിട്ടുള്ള എന്തെങ്കിലും സോങ് അല്ലെങ്കിൽ റാപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും സോങ് പാടുമ്പോൾ പോലെ എന്തെങ്കിലും പാടും. ഇപ്പൊ അത് പാടിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കേൾപ്പിക്കൂലേ? അപ്പൊ കേൾപ്പിക്കുമ്പോ വസു സ്റ്റുഡിയോയിൽ ഇരുന്ന് ഡാൻസ് കളിക്കും. ഡാൻസിന് കൂടെയാണോ വസു? അങ്ങനെയൊന്നുമില്ല, നമുക്കൊരു ഡാൻസ് കളിക്കാൻ പറ്റൂടെ? ഡാൻസ് അറിയില്ല. ഏത് പാട്ടിനാ ബസ് ഡാൻസ് കളിച്ചത്? നിങ്ങളൊന്ന് പാടോ? ബസ് ഡാൻസ് കളിക്കട്ടെ. അറിയില്ല, എന്നാലും ആ സ്റ്റുഡിയോയിൽ എങ്ങനെയാ കളിക്കുന്നത് അതേപോലെ ഒന്ന് കളിച്ചാൽ. മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് വേണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അങ്ങനെ ചോദിച്ചാ എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലേ? ഓക്കെ, അവർ രണ്ടുപേരും ആണല്ലേ ടീം? എനിക്ക് തോന്നി കേട്ടോ ആദ്യമേ. എങ്ങനെയാ ബെസ്റ്റ് ഫ്രണ്ട്സ്? എങ്ങനെയാ? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. തൊട്ടടുത്തിരിക്കുന്ന ആളെ കുറിച്ച് എന്താ പറയാനുള്ളേ? നല്ല ഫ്രണ്ടാണ്. എങ്ങനെയാ മോനെങ്ങനെയാ? വസു എങ്ങനെയാ? പാവാണല്ലേ? ഈ കുസൃതി മാത്രമേ ഉള്ളൂ അല്ലേ? അതേ ഉള്ളൂ. എങ്ങനെയാ വസുവിനെ കൊണ്ട് ഇങ്ങനെ വസു വാ നമുക്കൊരു പാട്ട് പഠിക്കാം അങ്ങനെ വിളിച്ചോണ്ട് പോവാറൊക്കെ ഉണ്ടോ? ഇല്ല, രണ്ടുപേരും അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആരാ ഏറ്റവും മൂത്തത്? മോളാണല്ലേ? ഇപ്പൊ ഇവരെ ആരെങ്കിലും ഒക്കെ കൂടെ കിട്ടുമ്പോ ഇങ്ങനെ വാ നമുക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകൂലേ? അതെങ്ങനെയാ ആ ഒരു സമയം? ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ ഇതുവരെ ഞാൻ ഇവരുടെ കൂടെ പാടിയിട്ടില്ല അല്ലെ? കൂടുതൽ നീലയുടെയും കൂടെ പിന്നെ ദക്ഷിണയുടെ കൂടെ ഒക്കെ. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ പാടിയിട്ടില്ല. ഓക്കെ, ഈ കുസൃതി കുട്ടികളുടെ കൂടെ പാടിയിട്ടുള്ള ആരൊക്കെയാ? എങ്ങനെയാ ഈ ഇപ്പൊ മുതിർന്ന ചേച്ചിമാരെന്നുള്ള രീതിയിൽ എങ്ങനെയാ ഇവരെ കൈകാര്യം ചെയ്യുന്നത്? എങ്ങനെയുണ്ട് അപ്പൊ ആ സമയത്ത്? ഇങ്ങനെ വിളിച്ചോണ്ട് പോകില്ലേ? ആ പാട്ട് കളിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ്? ഇപ്പൊ ഇവരോട് പാടുകയാണെങ്കിൽ ഞങ്ങളായിരിക്കും കുസൃതിക്കുട്ടി. വേറെ തിരിച്ചാണോ? ചേച്ചിമാരാണോ അനിയന്മാര് വിളിച്ചോണ്ട്? എല്ലാരും ഒരേ ലെവലാ. പാടൊക്കെ ആണെങ്കിൽ എല്ലാരും ഏകദേശം ഒരേ വൈബും എല്ലാം ഒരേമാതിരി ഇങ്ങനെ ഒരേപോലെ തന്നെയാണ് അല്ലെ? ഓക്കെ, റെക്കോർഡ് സെക്ഷനിൽ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്തായിരിക്കും എല്ലാവരുടെയും? ആരെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യം മറ്റേ കൺമണിപ്പൂവെ പാടുമ്പോ ജെയ്സ് സാറ് വന്നായിരുന്നു സ്റ്റുഡിയോയിൽ. പറഞ്ഞോ? ആണോ? എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് ഒരു പുതിയ ശബ്ദം. ആര് ചോദിച്ചു? മോള് ചോദിച്ചോ? അയ്യോ, ശരി. എങ്ങനെയാ ജെയ്ക്സ്? എങ്ങനെയാ?
ഞങ്ങള് പാവാണ്. പാവാണല്ലേ? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ? അയ്യോ അടിപൊളിയാണ്. അടിപൊളി പാട്ട്, സൂപ്പർ പാട്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? കൊറേ പാട്ടുള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ പാടാണോ? എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള റീസെന്റ് ആയിട്ടും ഒരു പോർഷൻ മാത്രമായിട്ടാണെങ്കിൽ മറ്റേ ലോകയല്ല ഇത് പാട്രോട്ടാണെന്ന് തോന്നുന്നു. അതിലേത് പാട്ടാ? പാട്രോട്ടാണോ? അതിനകത്ത് ഒരു റാപ്പ് ഒരു ഡപ്സി ഒക്കെ ആയിട്ട് പാട്രോട്ട്. അതൊന്ന് പാടാമോ? അല്ലേ പാട്രോട്ട് പള്ളിച്ചട്ടമ്പിയിലെ പാട്ടാ. ആ ഒരു പാട്ടൊന്ന് പാടിയാലോ? അത് അങ്ങനെയല്ല, ഇങ്ങനെ ജസ്റ്റ് റീൽസ് വരുമ്പോ ഭയങ്കര ആണല്ലേ? പിന്നെ അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞാൽ മിന്നൽകളൊക്കെ. മിന്നൽമല ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു പാട്ടൊന്ന് പാടിയാലോ? പഠിക്കും. കണ്ടപ്പോ കണ്ടെത്തിന 1000 താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ആഹാ, സൂപ്പർ കേട്ടോ. ഇങ്ങനെ ടെൻഷൻ ഉണ്ടാവാറുണ്ടോ നിങ്ങക്ക് പാട്ട് പാടാൻ കയറുമ്പോ? ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ചുണ്ടാവും. ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ചുണ്ടാവും. പക്ഷെ ഗ്രൂപ്പ് ആവുമ്പോ അപ്പൊ ടെൻഷൻ മാറാനായിട്ട് എന്താ ചെയ്യാ ഒറ്റയ്ക്കാവുമ്പോ? ഭയങ്കരമായിട്ട് സംസാരിക്കോ? ആഹാ, അപ്പൊ ടെൻഷൻ ഒക്കെ പോവോ? എന്താ എന്താ ഒന്ന് ബ്രേക്ക് എടുത്ത് വിടുമ്പോഴത്തേക്കും ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടമാണ് അല്ലേ? ഉണ്ണിസാറിനെയാണ് ഇഷ്ടം. അയ്യോടാ, അദ്ദേഹത്തിന്റെ കൂടെ പാട്ട് പാടിയിട്ടുണ്ടോ? ഏത് പാട്ടാ? ഇനി ഇൻകമ്മിങ് ഒരു പ്രൊജക്ട് വരാനുണ്ട്, ഒറിജിനൽസ് അല്ലേ? ഇപ്പൊ ഏകദേശം നിങ്ങൾ എല്ലാവരും എത്ര പാട്ട് പാടിയിട്ടുണ്ടായിരിക്കും സിനിമയില്? 4 പാട്ട് പാടിയിട്ടുണ്ടോ? കുറച്ചധികം പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലേ? ഇപ്പൊ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് വെച്ചാൽ ഏത് പാട്ട് പറയും? വാഴയിലെ ഏത് പാട്ടാ? അടകുമ്പളി. അതാണ് ഇഷ്ടം. ആ പാട്ട് എല്ലാവർക്കും അറിയാമോ? ആ ഒരു പാട്ട് പാടിയാലോ നമുക്കൊന്ന്? എല്ലാവർക്കും അറിയില്ലേ പാട്ട്? കുറച്ച് എന്നാലും പാടിക്കോ. ഹട്ടിലെടുത്തിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്ത് കായ്ക്കണ ഷെല്ലല്ലേ, അല്ലേ അല്ലേ റമ്മല്ലേ, വീണു കിട്ടിയ ജന്മല്ലേ, ഇഷ്ടപ്പെട്ട ബൊമ്മല്ലേ, അല്ലേ അല്ലേ സറണ്ടറായി മനസ്സ്, നിരന്തരം നിൻകബസ്, മുരങ്ങലായി കൊലുസ്, നിരന്തരം ഞാനൊരു ലോറി, കടച്ചിന് കൊടുത്തതല്ലേ അടബൊമ്മലേ, ചിരിച്ചതല്ലേ അടബൊമ്മലേ, മൂക്കിന തിളച്ചതല്ലേ അടബൊമ്മലേ, മൂക്കെ சொல்லடி അടബൊമ്മാലേ അടബൊമ്മാലേ, തേലിൻ കോട്ടിവളെ അടബൊമ്മാലേ അടബൊമ്മാലേ, പിൽതൊട്ടിൽ ഞാൻ തീർക്കാം ക്ലൈമാക്സ്.